മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അബ്രഹാം സാറയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് തന്നെ ഐസക്ക് റിബേക്കയുടെ കുടുംബം, ഇത് പല പ്രാവശ്യം സംസാരിച്ചാണ്, നേരത്തെ വിവിധ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. എന്നാലും ഇതിൽ നിന്ന് ഈ കുടുംബത്തിൻ്റെ ചില 7 ക്യാരക്ടേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഏകദേശം അത് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ അത് നമുക്കൊരു മാർഗദർശനമായി തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കാരണം ഇത് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ് അബ്രഹാം ഇസാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതായിട്ട് കാണുന്നു. അതിൽ 24-4 എൻ്റെ മകനായ ഇസാക്കിന് ഭാര്യയെ എടുക്കുവാൻ സ്വർഗത്തിലും ഭൂമിക്കും യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കുമെന്ന് പറഞ്ഞ് എലയാസറിനെ എടുത്തിട്ട് വിടുന്ന കാര്യം നമുക്കറിയാം. സ്വർഗത്തിലെ ദൈവമാണ്, 7-ാം വാക്യത്തിലെ സ്വർഗത്തിലെ ദൈവമാണ് ഭാര്യയെ കണ്ടുപിടിക്കാൻ, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: സ്വർഗത്തിലെ ദൈവം ഭാര്യയെ കണ്ടുപിടിക്കാൻ നിനക്ക് മുമ്പ് ഒരു ദൂതനെ അയക്കും. അപ്പോൾ ദൂതൻ്റെ വേറൊരു ജോലിയാണ് ഇവിടെ പെണ്ണിനെ കണ്ടുപിടിക്കുന്നത്. നമ്മളിത് ആ രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് എലയാസർ പോകുന്നത്. അത് മാത്രമല്ല, 14-ാം വാക്യത്തിൽ എലയാസറിന് ഒരു പ്രാർത്ഥനയുണ്ട്. നീ നിയമിച്ചവൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചറിയാം, ഏറ്റവും സുന്ദരി എന്നുള്ളതല്ല, പ്രേയിങ് വിത്ത് എ കണ്ടീഷൻ ടു ഫൈനലൈസ്, എനിക്ക് ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുവാൻ തരുന്നവൾ എന്ന് പറഞ്ഞിട്ട് 14-ാം വാക്യത്തിൽ അത് നിങ്ങളത് എടുത്ത് വായിച്ചു നോക്കണം. ഞാൻ അതിൽ വാക്യത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 24-14 എലയാസർ പ്രാർത്ഥിക്കുന്നു. എലയാസറിൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ദൂതൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുക്കി കൺഫേം ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നു. വീണ്ടും അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ 26-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് 26-ാം വാക്യത്തിൽ കാണുന്നു യഹോവയെ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. 26-ാം വാക്യത്തിൽ 27-ാം വാക്യത്തിൽ ദൈവം നടത്തിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുന്നു. ദൈവം അവരെ നടത്തിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുന്നു. വീണ്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് 50-ാം വാക്യത്തിലുണ്ട്. ആ അധ്യായത്തിൽ തന്നെ 50-ാം വാക്യത്തിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്. ഈ കാര്യം യഹോവയാൽ വന്നു എന്ന് പറയും. ഓക്കെ. പിന്നെ 58-ാം വാക്യത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോഴേ കാണാം എലയാസർ 10 ദിവസം പാർക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എലയാസറിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ പോകുന്നു, എനിക്ക് മനസ്സാകുന്നു എന്ന് റിബേക്ക പറയുന്നു. ഓക്കെ. ദൈവത്തിൻ്റെ ആ ഒരു കുടുംബജീവിതത്തിൽ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് അവിടെ കാണുന്നത്. 63-ാം വാക്യത്തിൽ വരുന്ന സമയത്ത് 40 വയസ്സ് പ്രായമുള്ള ഇസാക്ക് വെളിമ്പ്രദേശത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? ആ എലയാസർ പോയപ്പം തൊട്ട് ഇസാക്ക് തൻ്റെ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അബ്രഹാമുണ്ട്, എലയാസറുണ്ട്, പെണ്ണിൻ്റെ വീട്ടുകാരുണ്ട്, പെൺകുട്ടിയുണ്ട്, ഇസാക്കുണ്ട്. ഇവരെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതം അന്വേഷിച്ചാണ് ഈ മാരേജ് നടക്കുന്നത്. കല്യാണം നടക്കേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴേ ഇത് പറഞ്ഞതാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ദൈവഹിതം, ഒന്നാമത് ദൈവഹിതം അന്വേഷിക്കുന്നവരാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടത്. അല്ലാതെ വഴിയെ പോകുമ്പോൾ ഒരാളിനെ കണ്ടുപോയി കല്യാണം കഴിക്കുക, അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറയുന്നതല്ല. അതിന് ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ ഇരുന്ന് കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഇതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ ടീനേജ് ആകുമ്പോഴത്തേക്ക് അവരെ അത് ഏൽപ്പിക്കുകയും അവരോട് പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുകയും ചെയ്യേണ്ടതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ്. ആദ്യം പറയുന്ന പോയിൻ്റ് ഇതാണ്: ദൈവഹിതം അന്വേഷിക്കുന്നവരാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടത്. ഇനി 24-ാം വാക്യത്തിൽ ഇസാക്ക് അവളെ തൻ്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു, അവളവന് ഭാര്യയായി തീർന്നു. അവന് അവൾ സ്നേഹമായി. ഇങ്ങനെ ഇസാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. അമ്മയുടെ വേർപാടിൽ ഇസാക്കിനുണ്ടായ ദുഃഖം അവിടെ പരിഹരിക്കുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധത്തിലാണ്. ഇവിടെ റിബേക്ക അവിടെ വന്ന് ഇസാക്കിനെ സ്നേഹിച്ചു, അവന് ഭാര്യയായി തീർന്നു. അങ്ങനെ അവരുടെ തമ്മിലുള്ള സ്നേഹബന്ധം ഏറ്റവും കൂടുതൽ ദൃഢമായപ്പോൾ ആണ്
ഇസാക്കിന് അമ്മയുടെ മരണദുഃഖം മറക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഓവർ റൂൾ ചെയ്ത് പോകാനായിട്ട് കുടുംബ ബന്ധത്തിലെ സ്നേഹം കാരണമായി തീരും. വീണ്ടും കുടുംബത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ളൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. അത് എന്താണെന്ന് ചോദിച്ചാൽ 25-ാം അധ്യായത്തിലേക്ക് ഉൽപ്പത്തി വരുമ്പോഴത്തേക്ക് 25-ന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് അവളെ? മച്ചിയായിരുന്നു. ആരാണ്? റിബേക്ക. 21-ാം വാക്യത്തിൽ താൻ മച്ചിയായിരിക്കുന്നുണ്ട് ഇസാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ ബാരൻനെസ് എന്ന് പറയുന്ന പ്രോബ്ലം പഴയ നിയമത്തിലെ പല സ്ഥലങ്ങളും കാണുന്നത് ഒരു ശാപമായി ഒക്കെ കണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഫാമിലിയിലൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുകയല്ല ചെയ്ത്. അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ പ്രാർത്ഥിക്കുക ചെയ്ത്. ഒരുപാട് എല്ലാ എക്സാമ്പിൾസിലും നമ്മൾ പറയുന്നുണ്ട് ഫാമിലി ആൾട്ടർ. ഫാമിലിയിൽ കുടുംബത്തിനകത്തുള്ള ആരാധന, പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. സോ ഫാമിലി ആൾട്ടർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഫാമിലി. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതാണ്, അതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വേറെ ഷോർട്ട് കട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ്? ആ സമയത്ത് ഒന്നിൽ കൂടി ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഇസാക്കിന് പോയി വേറൊരു ഭാര്യയെ കെട്ടാമായിരുന്നു, അപ്പൻ ചെയ്തതുപോലെ ഹാഗാറിനെ എടുത്തെന്ന് പറയുന്ന പോലെ. എന്നാൽ അങ്ങനെയല്ല. പ്രാർത്ഥനയിൽ ദൈവഹിതം കണ്ടുപിടിച്ച ഭാര്യയെ തന്നെ അവൻ സ്നേഹിച്ചു. അവൾക്ക് പ്രശ്നം ഉണ്ടായപ്പോഴേ, അവൾക്ക് ബാരൻനെസ് ഉണ്ടായപ്പോൾ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, ആ പ്രശ്നം ദൈവസേനയിൽ കൊണ്ടുവന്നു. അവിടെ 22-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് റിബേക്കയും പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവിടെ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് വലിയൊരു റെവലേഷൻ അവിടെ ദൈവം കൊടുക്കുന്നതായിട്ട് 23-ാം വാക്യത്തിൽ പറയും. So when husband and wife depend on God and pray before God, God will give answer to the prayers. ഭാര്യയും ഭർത്താവും ദൈവസന്നിധിയിലെ പ്രശ്നങ്ങൾ വരുമ്പോഴിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. അത് മാത്രവുമല്ല, അതുപോലെ തന്നെ ചില വെളിപ്പാടുകളും കൊടുക്കും. ഇവിടെ ഗർഭിണിയായപ്പോഴോ കൊടുത്ത വെളിപ്പാടുകൾ അനുസരിച്ചാണ് പിന്നെ റിബേക്ക വർക്ക് ചെയ്തത്. നമ്മൾ വിചാരിക്കും റിബേക്ക ചെയ്ത് അപരാധമാണെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അവിടെ റിബേക്കയ്ക്കുണ്ടായ വെളിപ്പാടിൻ്റെ ഒരു ബന്ധത്തിലുമാണ് റിബേക്ക പിന്നെ പ്രവർത്തിച്ചത്. അവിടെ നമുക്കറിയാം യാക്കോബും യേശാവും ഒക്കെ ഉണ്ടായി. അതറിയാം. അത് നമുക്കിനി ഞാനത് ഏറ്റവും പിന്നെ പറയുന്നത് ജ്യേഷ്ഠാവശം വിറ്റ് കളഞ്ഞൊക്കെ. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഈ റിബേക്കയ്ക്കുണ്ടായ വെളിപ്പാടാണ്. അതെല്ലാം തന്നെ പ്രാർത്ഥനയിൽ കിട്ടിയതാണ്. 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു ക്ഷാമം ഉണ്ടായത് ആയിട്ട് നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെ കാലത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായി. എന്നാൽ അവരവിടുന്ന് മൂവ് ചെയ്യാതെ ഫെലിസ്ത്യ ദേശത്ത് ദൈവം പറഞ്ഞതുപോലെ പാർത്ത് ദൈവത്തെ അനുസരിച്ചതിനാൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, അവരവിടുന്ന് മൂവ് ചെയ്തില്ല, ആ ഫെലിസ്ത്യ ദേശത്ത് തന്നെ പാർത്തിട്ട് ദൈവത്തെ അനുസരിച്ചതിനാൽ ആ ക്ഷാമത്തിലും അവർക്ക് 100 മേനി വിളവ് കിട്ടി. എന്നിട്ട് 26-16 അബീമേലേക്കാണ് പറയുന്നത്, നീ വലിയവനായി, അതുകൊണ്ട് ഞങ്ങളെ നീ വിട്ടുപോവുക എന്ന് അബീമേലേക്കാണ് പറയുന്നത്. എവരല്ല പറഞ്ഞത്, ശ്രദ്ധിക്കുക. അബീമേലേക്ക് പറയുന്നുണ്ട് ഇസാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാവുകൊണ്ട് ഞങ്ങളെ വിട്ടുപോവുക. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. അതാണ് അത് കാണുന്നത്. അവർ അവിടെ നിന്ന് ക്ഷാമകാലത്ത് വിട്ടുപോകാതെ ദൈവം പറഞ്ഞതനുസരിച്ച് അവിടെ നിന്നു. അവർക്ക് 100 മേനി കിട്ടി, അവർക്ക് അനുഗ്രഹമായി. എന്നതിന് ശേഷമാണ് ഈ അബീമേലേക്ക് പറയുന്നത്, നീ ഇപ്പോൾ വലിയവനായി, ഞങ്ങളെ വിട്ടുപോവുക എന്ന് പറയും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. കാരണം ദൈവത്തെ അനുസരിക്കുന്ന കുടുംബം. അബ്രഹാമും അതുപോലെയായിരുന്നു. ദൈവത്തെ അനുസരിച്ചു, അവനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണും. വീണ്ടും 5-ാമത്തെ ഒരു ക്യാരക്ടർ പറയാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നു. 26-ന്റെ 25-ാം വാക്യത്തിൽ അവൻ അവിടെ ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇവിടെയും ഹി മെയ്ഡ് ആൻ ഓൾട്ടർ ആൻഡ് വർഷിപ്പ് ഗോഡ്. ദൈവമാണ് എനിക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപകാരത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു ഇസാക്കിനെ നമുക്കിവിടെ കാണാം. ആ അപ്പനിൽ നിന്ന് വന്ന പിന്തുടർച്ച ക്വാളിറ്റീസാണത്. അപ്പൻ ദൈവത്തെ ആരാധിക്കുന്നതാണ്, യാഗപീഠം പണിയുന്നു. ഇതെല്ലാം അറിയാം. ഇസാക്കിന് അറിയാമല്ലോ എന്നെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ കാര്യം. യാഗപീഠം പണിയും ആരാധിക്കുകയൊക്കെ ചെയ്ത്. അതെല്ലാം പിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സമ്പത്താണ്
ദൈവത്തെ ആരാധിക്കുന്ന കാര്യം. ഇന്ന് ആരാധനയ്ക്ക് പോകും, ഭവനത്തിൽ അപ്പനും അമ്മയും ആരാധനയ്ക്ക് പോയാൽ കുഞ്ഞുങ്ങൾ പോകും. ഇന്ന് പോകാതിരുന്നാൽ അവരുടെ പ്രയോറിറ്റീസ് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിലെ as a covenant before God, he made an altar and worshiped God. 26 27 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളിലെ ഒരു അബീമേലെക്കിൻ്റെ സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ ഫിക്കോലും ഗേരാരിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. അന്നേരം അവർ ശരിക്കും പറഞ്ഞാൽ ശത്രുക്കളാണ്. ഇസാക്ക് അവരോട്, നിങ്ങൾ എൻ്റെ അടുക്കൽ എന്തിനു വരുന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞല്ലോ. ഒരു ശത്രുക്കളാണ്. അന്നേരം അവരുടെ സ്റ്റേറ്റ്മെൻ്റാണ് 28 വാക്യത്തിൽ പറയുന്നത്. അവൻ യഹോവ നിന്നോടുകൂടെ എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു, അതുകൊണ്ട് നമുക്ക് തമ്മിൽ, നിനക്ക് തമ്മിൽ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഇത് കാണിക്കുന്നത് ദൈവമുള്ള ഭവനത്തിലെ കാണിക്കുന്ന ഒരു കാര്യം, വലിയൊരു മെസ്സേജാണ്. ദൈവമുള്ള ഭവനത്തിലേക്ക് ആളുകൾ ശത്രുക്കളായാലും കടന്നു വരും. അതാണ് ദൈവിക അനുഗ്രഹം. ദൈവത്തിൻ്റെ മക്കളെ കണ്ടാൽ തിരിച്ചറിയാം. ദൈവത്തിൻ്റെ മക്കൾ എവിടെയാണ് പാർക്കുന്നതെന്ന് തിരിച്ചറിയാം. ആളുകൾ കൗൺസിൽ ചോദിച്ച് വരുന്നൊരു ഭവനമായിരിക്കും. അതുകൊണ്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാനായിട്ട് ദൈവഭവനത്തിന് കഴിവ് ദൈവിക അനുഗ്രഹമാണ്. നിങ്ങൾ സമയമുള്ളപ്പോഴാ വാക്യങ്ങൾ ഞാനെല്ലാം വായിക്കുന്നില്ല. 31 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസാക്ക് സത്യം ചെയ്ത് അവരെ വിട്ടയച്ച ഒരു സമാധാനത്തോടെ, ഒരിക്കൽ ശത്രുക്കളായിരുന്നവരെ അവരെ മിത്രങ്ങളായി തീരുവാനായിട്ട് ദൈവഭവനത്തിന് കഴിയും. അത് ദൈവിക അനുഗ്രഹമാണ്. 27 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് റിബേക്കയുടെ ചില പ്രവർത്തനങ്ങൾ അവിടെ കാണാം. നമ്മൾ വിചാരിക്കുക എന്തോ അമ്മയായത്, അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹങ്ങൾ തട്ടിയെടുത്ത്, ജ്യേഷ്ഠൻ്റെ അനുഗ്രഹങ്ങൾ അനിയന് തട്ടിയെടുത്ത് കൊടുക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത് ശരിയാണ്. ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശങ്ങൾ തട്ടിയെടുത്ത് അനിയന് കൊടുക്കാനായിട്ട് റിബേക്ക ഇടവന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. ഇവിടെ അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ റിബേക്കയ്ക്ക് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നു. എന്താണ് ദൈവം കൊടുത്ത വെളിപ്പാട്? മൂത്തവൻ ഇളയവനെ സേവിക്കും. അതായത് ഇളയവനാണ് വലിയ ജാതി ആകുന്നതെന്ന് ദൈവം കൽപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് ഫുൾഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് വേറെ ആർക്കുമല്ല കൊടുത്തിരിക്കുന്നത്, അത് റിബേക്കയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് റിബേക്കയ്ക്ക് അറിയാം. യാക്കോബാണ് വലിയ ജാതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ഏശാവ് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ട് നമുക്കറിയാം. അത് മാത്രമല്ല, അവൻ ഭാര്യമാരെ പോയി ഹിത്യരിൽ നിന്ന് ഭാര്യമാരെ എടുത്തു. അതവർക്ക് അനിഷ്ടമായി. അത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. 27 അധ്യായത്തിൽ അവർക്ക് അനിഷ്ടമായതറിയാം, ഹിത്യരിൽ നിന്ന് ഭാര്യമാരെ എടുത്ത്. അപ്പോഴിവിടെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും ഇസാക്കിൻ്റെ അനുഗ്രഹത്തിന് പകരം ശാപം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി യാക്കോബ് പറയുന്നുണ്ട്. ചിലപ്പം എനിക്ക് ശാപം കിട്ടും, അതുകൊണ്ട് എനിക്ക് പോകാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ പോലും അനുഗ്രഹം നീ പോയി വാങ്ങണം എന്ന് പറഞ്ഞ് ആ ലൈഫിലെ റിസ്ക് എടുക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിലെ റിസ്ക് എടുക്കുവാനായിട്ട്, എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ആ റിസ്ക് എടുത്ത് ലൈഫിൽ റിസ്ക് എടുക്കുവാനായിട്ട് റിബേക്കയ്ക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇന്ന് ക്യാരക്ടർ സ്റ്റഡി പറയുന്നില്ല, ഞാനിപ്പോൾ അത് റെഫർ ചെയ്തപ്പോൾ ഞാൻ പറയുന്നേ ഉള്ളൂ. 1 ശമൂവേൽ 25 അധ്യായത്തിൽ നാബാലും അവൻ്റെ ഭാര്യ അബീഗേലിൻ്റെ ജീവിതം വിവരിച്ചിട്ടുണ്ട്. അബീഗേൽ വിവേകമുള്ളൊരു സ്ത്രീയായിരുന്നു. അബീഗേൽ നാബാലിൻ്റെ ഭോഷത്വം അറിഞ്ഞ് രക്ഷിക്കുവാൻ ദാവീദിനെ എതിരേൽക്കുകയും യുദ്ധം നടത്താതെ ദാവീദ് തിരിച്ചു പോവുകയും ചെയ്യുന്നൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അബീഗേൽ എന്താ ചെയ്ത്? അബീഗേൽ തൻ്റെ ഭർത്താവ് ചെയ്ത ഭോഷത്വം മനസ്സിലാക്കിക്കൊണ്ട് ദാവീദിനെ പോയി ഗിഫ്റ്റുകളുമൊക്കെ ആയിട്ട് പോയി ദാവീദിനെ എതിരേറ്റ് ദാവീദ് പറഞ്ഞ ഡിമാൻഡ്സൊക്കെ അവിടെ മീറ്റ് ചെയ്ത് യുദ്ധം നടത്താതെ, കാലിപ്പിടിച്ചിട്ട് യുദ്ധം നടത്താതെ തിരിച്ചു പോകുന്നു. സ്ത്രീകൾക്ക് വലിയൊരു റോളുണ്ട് ഫാമിലിയിൽ. പാർട്ടിസിപ്പേറ്റ് ഇൻ ഗോഡ്സ് പ്ലാൻ ആൻഡ് മിഷൻ
ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്ലാനിനും മിഷനും സ്ത്രീകൾക്ക് വലിയൊരു റോളുണ്ട്. പഴയ അമ്മച്ചിമാരെയൊക്കെ ഓർത്താൽ അറിയാം, വീട്ടിലെ ആദ്യജാതന്മാരെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഭർത്താവ് അറിയത്തില്ല, ഭർത്താവിനോട് ചോദിക്കാതെയൊക്കെയാണ് ചെയ്യുന്നത്. പണ്ടത്തെ കാര്യം പറയുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപദേശിയോ അച്ഛനോ മൂപ്പനോ സുവിശേഷനോ ഒക്കെ ആക്കാനായിട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി പഴയ അമ്മച്ചിമാർ ചെയ്യുമായിരുന്നു. റിബേക്കയുടെ പ്രവർത്തനം ആ രീതിയിലായിരുന്നു. ഇവിടെ ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് അവൾ റിസ്ക് എടുത്തു. നാബാലും അതുപോലെയാണ് ചെയ്ത്. ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് അവൾ ആ റിസ്ക് എടുത്തു ലൈഫിൽ. ഇതുപോലെ പുതിയ നിയമത്തിലും നമുക്കറിയാം, അക്വില പ്രിസ്കുല ഒക്കെയുള്ള കാര്യങ്ങളറിയാം. സുവിശേഷത്തിന് വേണ്ടി റിസ്ക് എടുത്ത കുടുംബങ്ങളെ നമുക്കറിയാം. സദൃശവാക്യം 31:26 അവൾ ജ്ഞാനത്തോട് വായി തുറക്കുന്നു, വിവേകമുള്ള സ്ത്രീ. അനേകം തർണീമണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവലൊക്കെയും അതിശ്രേഷ്ഠയാകുന്നു എന്ന് സദൃശവാക്യം 31 പറഞ്ഞ് വിവേകമുള്ള സ്ത്രീയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഞാനിന്ന് 7 പോയിൻ്റാണ് ഐസക്ക് റിബേക്കയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. 1, ദൈവഹിതം അന്വേഷിക്കുന്നവരാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടത്. അല്ലാതെ വേറെ പോയി നേരിട്ട് പോയി എങ്ങും കെട്ടുകയല്ല. ദൈവഹിതം അന്വേഷിക്കുന്നവരാണ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടത്. 2, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹബന്ധം കുടുംബജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ഒന്നാണ്. അവരുടെ സ്നേഹബന്ധം അങ്ങനെയായിരുന്നു. 3, കുടുംബത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും വരുമ്പോഴേ അവിടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയും ദൈവത്തിൽ നിന്ന് ചോദിക്കുകയും ഉത്തരം വാങ്ങുകയും ചെയ്യുന്ന കുടുംബമാണ്. 4 പറഞ്ഞ ദൈവത്തിൻ്റെ ഗൈഡൻസ് അന്വേഷിക്കുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ക്ഷാമത്തിലും 100 മേനി വിളവ് കിട്ടി എന്ന് കാണുന്നു. 5 ഞാൻ പറഞ്ഞത്, ആ കുടുംബം ദൈവസന്നിധിയിലെ ദൈവത്തിൻ്റെ കവനൻ്റ് ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞു. 6 പറഞ്ഞത്, ശത്രുക്കൾ കൂടി മിത്രങ്ങളാവും. ദൈവഭയമുള്ള ആളുകൾ പാർക്കുന്നിടത്ത് ശത്രുക്കൾ കൂടി മിത്രങ്ങളാവും. ഒരുപാട് എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് പറയാനുണ്ട്. അങ്ങനെയാകും എന്ന് ഞാൻ പറഞ്ഞു. 7 പറഞ്ഞത്, റിബേക്കയുടെ പ്രവർത്തനം ടേക്കിംഗ് റിസ്ക് ഇൻ ലൈഫ് ടു ഫുൾഫിൽ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുന്നതിന് ജീവിതത്തിലെ റിസ്കുകൾ എടുക്കുന്ന കുടുംബസ്ഥ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകൾ, ഭാര്യമാർ റിസ്ക് എടുക്കുന്ന റിബേക്കയുടെ പ്രവർത്തനം ഇവിടെ കണ്ടു. അവൾക്ക് കിട്ടിയ വെളിപ്പാടിനാൽ ശരിക്കും നമ്മുടെ കുടുംബങ്ങൾ ഏത് രീതിയിലാണെന്ന് വിശകലനം ചെയ്യുമോ? എത്ര നല്ല ഈ ക്യാരക്ടർ സ്റ്റഡിയിലൊക്കെ എത്ര ക്വാളിറ്റീസാണ് കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലായിട്ടുള്ള പല സ്റ്റെപ്പുകൾ, എങ്ങനെയാണ് റോൾസ്, എങ്ങനെയാണ് പേരൻറ്റിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അതിൻ്റെയൊക്കെ പ്രാക്ടിക്കലായിട്ട് അത് കുടുംബങ്ങളിൽ നടത്തിയെടുത്ത ഹിസ്റ്ററികളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അബ്രഹാമിൻ്റെയും സാറയുടെയും കുടുംബത്തിൽ നടത്തിയെടുത്തത്, അതുപോലെ ഇസാക്കിൻ്റെയും റിബേക്കയുടെയും കുടുംബത്തിൽ നടത്തിയെടുത്തത്. ഇതെല്ലാം കാണുമ്പോഴേ എന്താണ് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്? നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതങ്ങളിലെ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ പദ്ധതിയും അവരുടെ ജീവിതങ്ങൾ നടപ്പാക്കിയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ നടപ്പാക്കാനായിട്ട് വിമുഖത കാണിക്കുകയും അത് പിറകോട്ട് എറിയുകയും ചെയ്യുന്നിടത്ത് എന്താണ് വന്നു കയറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അയ്യോ അവർ പിഴച്ചുപോയി, പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ച് ഈ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷണ്ണിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഇരുന്ന് നിലവിളിച്ചിട്ട് വലിയ കാര്യമല്ല. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ എഴുതി കെട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം അവിടെ വലിയ അനുഗ്രഹങ്ങൾ തരും. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവം അതിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല. ഇനിയും ഞാൻ പറയാം, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കുടുംബങ്ങൾ അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്തു പക്ഷേ എനിക്ക് തിരിച്ചാണല്ലോ ഉണ്ടായത്, ഇങ്ങനെയുള്ള ദൈവമാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ഒരു കമൻറ്റ് ചെയ്യുമോ? അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ വന്നിട്ടുള്ളതിൻ്റെ കാരണം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കാരണം എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ കുടുംബത്തിൻ്റെ 7 ക്യാരക്ടർ, ഇസാക്ക് റിബേക്കയുടെ കുടുംബത്തിൻ്റെ 7 ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമുക്കിടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവേ, ഞങ്ങൾ ഓരോ ഫാമിലി ക്യാരക്ടർ സ്റ്റഡീസ് നടത്തുമ്പോഴും ദൈവം ഇടപെടുന്ന കുടുംബങ്ങളായി ഇരുപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളിലെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ കർത്താവെ അനുഗ്രഹങ്ങൾ വന്നു ചേരണം. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ദൈവഹിതം മാത്രം നടക്കണം. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ടെങ്കിൽ ആ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തരുമ്പോഴേ അത് നിവർത്തിക്കുവാനായിട്ട് ഏതറ്റം വരെയും റിസ്ക് എടുക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസാക്കിൻ്റെ റിബേക്കയുടെ ജീവിതം, അതുപോലെ നാബാലിൻ്റെ ഭാര്യ അബീഗേലിൻ്റെ എക്സാമ്പിളും ഒക്കെ ഞങ്ങളെ കോട്ട് ചെയ്തല്ലോ കർത്താവേ. ദൈവമേ, ഇതൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാർഗദർശനമായി നീ തന്നിരിക്കുന്നതിൻ്റെ വചനങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ ഗൈഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഭവനങ്ങളിലെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്ന് മാറി താമസിക്കുന്ന ചിലർ ഇത് ശ്രദ്ധിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ സമയം ഇതുവരെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ വീണ്ടും കൂടി ചേർന്ന് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഭാര്യയായാലും ഭർത്താവായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ വീണ്ടും കൂടിച്ചേരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ ദൈവം വലിയൊരു നന്മ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് ഈൽഡ് ചെയ്ത് കൊടുക്കുമോ? ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുമോ? തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിൽ അല്പമെങ്കിലും കർത്താവിന് വേണ്ടി റിസ്ക് എടുത്താൽ ദൈവം അത് 100% വലിയ വലിയ 100 മേനി വിളവായിട്ട് നമുക്ക് തന്നു തരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഓർത്ത സ്തോത്രം. ഈ കുടുംബത്തെ ഞങ്ങൾ കർത്താവെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുക. അവരെ കർത്താവെ സെപ്പറേറ്റ് ആവാനായിട്ടല്ല നീ ആഗ്രഹിക്കുന്നത്. പണ്ട് കുറവുകളുണ്ടായിരുന്നു, കുറ്റങ്ങളുണ്ടായിരുന്നു, എന്നാൽ അവരെ വീണ്ടും ഒരുമിച്ചായി ദൈവസന്നിധിയിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യണം. ഇനിയും 2-3 കുടുംബങ്ങളുടെ കൊണ്ട് കാര്യം പറഞ്ഞ് നമ്മൾ ഈ സീരീസ് തന്നെ അവസാനിപ്പിക്കും. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അയച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.